ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്ര അവസരങ്ങളാണല്ലേ ഓരോ ദിവസവും ഇങ്ങനെ കൺമുന്നിലൂടെ മിന്നിമറഞ്ഞു പോകുന്നത്. ചിലതൊക്കെ നമ്മൾ കാണും, പക്ഷെ ഭൂരിഭാഗവും നമ്മൾ അറിയാതെ തന്നെ അങ്ങ് പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വരുന്ന ചാൻസുകളൊക്കെ എങ്ങനെ നമ്മുടേത് മാത്രമാക്കി മാറ്റാം? വാ, നമുക്കൊന്ന് നോക്കാം. അതെ, ശരിക്കും ഇതാണ് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ചില ചാൻസുകൾ അതെങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ കണ്ണ് വെട്ടിച്ചു പോകുന്നത്? ഇതിന് പിന്നിൽ ഒരു സിമ്പിൾ കാരണമുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ സിമ്പിളായൊരു കാരണം. ആ ചോദ്യത്തിന്റെ ഉത്തരം കിടക്കുന്നത് എവിടെയാണെന്നറിയൂ? നമ്മളിൽ പലരും, നമ്മളെല്ലാവരും അറിയാതെ ചെയ്യുന്ന ഒരു വലിയ പിഴവിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തെറ്റ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഈ ലൈഫ് ചേഞ്ചിങ് എന്നൊക്കെ പറയുന്ന വലിയ അവസരങ്ങളില്ലേ, അതൊരു വാൾനക്ഷത്രം പോലെയാ. വല്ലപ്പോഴും ഒന്നോ രണ്ടോ തവണയൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് മിന്നിമായുകയുള്ളൂ. അത് വീണ്ടും വരുമെന്ന് കരുതിയിരുന്നാൽ ആ ഇരിപ്പ് തന്നെ ബാക്കിയുണ്ടാവും, വെറുതെയാവും. പക്ഷേ ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ്, അല്ലെങ്കിൽ ശരിക്കുള്ള പ്രശ്നം. ചാൻസ് നമ്മുടെ കൺമുന്നിൽ തന്നെ നിപ്പുണ്ടാവും. പക്ഷേ ഒന്നെങ്കിലും പേടി, അല്ലെങ്കിൽ കുറച്ച് ശ്രദ്ധയില്ലായ്മ, ചിലപ്പോൾ രണ്ടും കൂടി. ഇതൊക്കെ കാരണം ഇതൊരു വലിയ അവസരമാണെന്ന് നമ്മൾ തിരിച്ചറിയുക പോലുമില്ല. അല്ലെങ്കിൽ നമ്മളെ തോൽപ്പിക്കുന്ന ഒരൊറ്റ വാക്കുണ്ട്, നമ്മുടെയെല്ലാം ഏറ്റവും വലിയ ശത്രു. പിന്നെ നോക്കാം. കേൾക്കുമ്പോൾ ഇതൊരു സിമ്പിൾ വാക്കല്ലേ എന്ന് തോന്നും. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു ചിന്ത കൊണ്ട് നമ്മൾ വൈകിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം ഭാവിയാണ്, അല്ലേ? നാളേക്ക് മാറ്റിവെക്കുന്ന ഓരോന്നും ഒരുപക്ഷെ എന്നേക്കുമായി നമ്മൾക്ക് നഷ്ടപ്പെടുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആയിരിക്കും. അപ്പോൾ ഈ പിന്നെ നോക്കാം എന്ന പരിപാടി നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഓരോ തവണ നമ്മളൊരു ചാൻസ് വേണ്ടെന്ന് വെക്കുമ്പോഴും അല്ലെങ്കിൽ നീട്ടിവെക്കുമ്പോഴും സംഭവിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതാണ് നഷ്ടത്തിന്റെ യാഥാർത്ഥ്യം. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നഷ്ടപ്പെട്ടുപോയ അവസരങ്ങൾ ഒരിക്കലും തിരിച്ചുവരില്ല. ഒരിക്കലും. അത് കഴിഞ്ഞുപോയ സമയം പോലെയാണ്. എത്ര പിന്നാലെ ഓടിയാലും തിരികെ കിട്ടില്ല. ആ വാതിൽ എന്നേക്കുമായി അടഞ്ഞു, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ ആഴവും നമ്മൾ തിരിച്ചറിഞ്ഞു. പക്ഷേ ഇവിടെ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇതിനൊരു സൊല്യൂഷനുണ്ട്. ഇനി നമ്മൾ എന്തു ചെയ്യണം? അതാണ് ചോദ്യം. ഇതിനുള്ള വഴി വളരെ സിമ്പിളാണ്. നമ്മുടെ ചിന്താഗതിയെ വെറും 2 സ്റ്റെപ്പിലേക്ക് ചുരുക്കാം. സ്റ്റെപ്പ് 1, ഒരവസരം മുന്നിൽ വരുന്നു. സ്റ്റെപ്പ് 2, ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ അതിൽ കയറിപ്പിടിക്കുന്നു. ഇത്രയുള്ളൂ. ഈയൊരു ശീലം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ. അപ്പോ ഇതാണ് ഇതിന്റെയെല്ലാം കാതൽ. ചുരുക്കി പറഞ്ഞാൽ, ഒരു ചാൻസ് മുന്നിൽ വന്നാൽ ഓവറായിട്ട് ചിന്തിച്ച് സമയം കളയരുത്. ആ സംശയവും പേടിയും ഒക്കെ അങ്ങ് മാറ്റിവെക്കുക. എന്നിട്ട് ആ നിമിഷം നിങ്ങളുടേതാക്കി മാറ്റുക. ധൈര്യമായിട്ടങ്ങ് മുന്നോട്ടു പോവുക. അത്രയുള്ളൂ. ശരി, ഇനി എന്റെ ചോദ്യം നിങ്ങളോടാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും. നിങ്ങളുടെ ജീവിതം